നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്രവേദി ആകെ ആടിയുലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് തൽസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെയും CPM-ന്റെയും എല്ലാം ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞ ബംഗാളി നടി രഞ്ജിത്ത് എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്ന അവസരത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകുകയുണ്ടായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതായി വന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നിട്ട് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഒരു നടിയുടെ ആരോപണത്തെ തുടർന്ന് തന്നെയാണ് രഞ്ജിത്തിന് സ്ഥാനമൊഴിഞ്ഞ് പുറത്തു പോകേണ്ടി വന്നത്. ഇതുപോലെ തന്നെയാണ് മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനും ഒരു നടി വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് 17-18 വയസ്സുള്ള സന്ദർഭത്തിൽ സിദ്ദിഖ് എന്ന നടൻ തന്നെ വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ച ഒരു കഥ പറയുകയുണ്ടായി. ഈ നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സിദ്ദിഖിനും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന 10 മുതൽ 15 വരെ അടങ്ങുന്ന ആളുകളുള്ള ഒരു പവർ ഗ്രൂപ്പ് നിലവിലുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായ ഇത്തരം വിവരങ്ങൾ അടങ്ങുമ്പോൾ പൃഥ്വിരാജ്, ഭാവന, പാർവതി തിരുവോത്ത് മുതലായ നടീനടന്മാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം തന്നെയാണ് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി ഈ വിവരം റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിന് വശംവദരാകാത്ത ആളുകളെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കാത്ത ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, അവരെ സിനിമയിൽ നിന്ന് പുറത്താക്കുക എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രവൃത്തികളും ഈ പവർ ഗ്രൂപ്പിൻ്റെതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. പവർ ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നതും പവർ ഗ്രൂപ്പിനെ മലയാള സിനിമയിൽ നയിച്ചിരുന്നത് ദിലീപ് എന്ന നടൻ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മലയാള ചലച്ചിത്ര ശാഖയെ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ 10 വർഷക്കാലം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടാണ് ദിലീപ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പവർ ഗ്രൂപ്പിൻ്റെ 10-15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പിൻ്റെ തലപ്പത്ത് ദിലീപ് തന്നെയായിരുന്നു എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമായി പുറത്തു വരുന്നത്. വിനയൻ എന്ന ചലച്ചിത്ര സംവിധായകന്റെ സത്യം എന്ന സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജ് അടക്കമുള്ള നടന്റെ അവസരങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് ദിലീപ് കൃത്യമായി തന്നെ കരുക്കൾ നീക്കി കളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പാർവതി തിരുവോത്ത് എന്ന നടിയുടെയും കുഞ്ചാക്കോ ബോബൻ എന്ന നടിയുടെയും എല്ലാം വിവിധ നടികളുടെ, ഭാവന എന്ന നടിയുടെ ഇത്തരം ആളുകളുടെ അവസരങ്ങൾ സിനിമയിൽ ഇല്ലാതാക്കുവാൻ വേണ്ടി ദിലീപ് ചരട് വലിച്ചു എന്ന് തന്നെയുള്ള അതീവ ഗുരുതരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഹേമ കമ്മീഷനിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടത്. നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ ഇത്തരത്തിലുള്ള ചില വെട്ടിയൊതുക്കലുകൾ, ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെയും പൃഥ്വിരാജിന്റെയും പാർവതി തിരുവോത്തിന്റെയും ഭാവനയുടെയും തന്നെ അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശക്തമായ സാന്നിധ്യമായി ദിലീപ് മലയാള സിനിമയിൽ വർത്തിച്ചു. അതിനുവേണ്ടി 15 അംഗ പവർ ഗ്രൂപ്പിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് മലയാള സിനിമ ദിലീപ് തന്റെ കാൽ കീഴിൽ ഒതുക്കിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ അതീവ ഗുരുതരമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിർമ്മാതാക്കളെയും സംവിധായകരെയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തി തന്നെയാണ് കുഞ്ചാക്കോ ബോബന്റെയും പൃഥ്വിരാജിന്റെയും എല്ലാം അവസരങ്ങൾ ദിലീപ് നഷ്ടപ്പെടുത്തിയിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരവസരത്തിൽ ഭാവന തന്നെ അന്നത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനോട് ദിലീപ് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതായി പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇടവേള ബാബു പോലീസിൽ നൽകിയ പരാതിയിലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ അമ്മയിൽ സമർപ്പിക്കപ്പെട്ട കാലാകാലങ്ങളിൽ തങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതെയാക്കുന്നു ദിലീപ് എന്ന നടൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പുറകിൽ എന്നുള്ള പരാതി അമ്മയിൽ കിട്ടിയിട്ടും ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് കൂടി ഈ നടീനടന്മാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാതി കൊടുത്തിരിക്കുന്നു. മലയാള ചലച്ചിത്ര വേദിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ദിലീപ് ജോലി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര വേദിയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയിൽ അംഗത്വമുണ്ട്. പിൽക്കാലത്ത് ദിലീപ് സിനിമ തിയേറ്റർ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയിലും ദിലീപിന് അംഗത്വമുണ്ട്. നടൻ എന്ന രീതിയിൽ ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയിലും ദിലീപിന് അംഗത്വമുണ്ട്. നിർമ്മാതാവ് എന്ന രീതിയിലും മലയാള ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിലും ദിലീപിന് നിർണായകമായ സ്വാധീനമുണ്ട്. വിതരണക്കാരൻ എന്ന രീതിയിലും മലയാള ചലച്ചിത്ര
വേദിയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സംഘടനയിലും ദിലീപിന് കൃത്യമായ സ്വാധീനമുണ്ട്, അംഗത്വമുണ്ട്. അങ്ങനെ മലയാള ചലച്ചിത്ര വേദിയിലെ സമസ്ത മേഖലയിലും തൻ്റെ ആധിപത്യം തുടർന്നുകൊണ്ട് തന്നെയാണ് ദിലീപ് ഈ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. അതായത് ദിലീപ് അറിയാതെ മലയാള സിനിമയിൽ ഒരു ഈച്ച പോലും പറക്കാൻ പാടില്ല, ഏതൊക്കെ നടീനടന്മാർ ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കണം വേണ്ട എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ നിർമ്മാതാക്കളുടെ ഏതൊക്കെ സിനിമകൾ ഏതൊക്കെ സംവിധായകർ സംവിധാനം ചെയ്യണം, അതിൽ ആരൊക്കെ അഭിനയിക്കണം, ആരൊക്കെ ആയിരിക്കണം അതിൽ സാങ്കേതിക പ്രവർത്തകർ എന്നുള്ള കാര്യങ്ങളെല്ലാം ദിലീപാണ് തീരുമാനിച്ചിരുന്നത്. അഥവാ ദിലീപ് ചുക്കാൻ പിടിക്കുന്ന ഈ പവർ ഗ്രൂപ്പാണ് തീരുമാനമെടുത്തിരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 2017 നടി ആക്രമിക്കുന്നതിന് മുമ്പും നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും ദിലീപ് ഇത്തരത്തിൽ തന്നെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പായി തന്നെ മുന്നോട്ട് പോയി ഏതാണ്ട് 10 വർഷക്കാലമാണ് മലയാള സിനിമയെ ദിലീപ് തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നത്. ദിലീപ് അറിയാതെ മലയാള ചലച്ചിത്ര മേഖലയിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളോ തീരുമാനങ്ങളോ ഒന്നും എടുക്കാൻ സാധിക്കില്ല, നടപടി ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ പവർ ഗ്രൂപ്പ് ആധിപത്യം സ്ഥാപിച്ചത് എന്നാണ്. ഏതൊക്കെ സിനിമകൾ എന്ന് റിലീസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വരെ ദിലീപിന്റെ കൃത്യമായ അജണ്ടയ്ക്ക് അനുസരിച്ചായിരുന്നു ഓരോ നിർമ്മാതാക്കളും സംവിധായകരും പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി അറിയുമ്പോൾ എത്ര ഭീതിതമായിരുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നു. വിദേശങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നതിൽ പോലും ദിലീപിന്റെ കൃത്യമായ മുൻകൈ ഉണ്ടായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ സിനിമകൾ റിലീസ് ചെയ്യുന്ന പല കമ്പനികളുമായി ബന്ധപ്പെട്ട് ദിലീപിന് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്ത് വിദേശത്തും സ്വദേശത്തുമായി എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇതിനെല്ലാം കൃത്യമായ ഒരു അജണ്ട ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദിലീപ് അറിയാതെ ഇവിടെ ഒന്നും നടന്നിരുന്നില്ല. ദിലീപിന് താല്പര്യമില്ലാത്ത ആളുകൾ, ദിലീപിന്റെ സംഘടനയായ പവർ ഗ്രൂപ്പിന് താല്പര്യമില്ലാത്ത ആളുകൾ സിനിമയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവരെയെല്ലാം സിനിമയിൽ നിന്ന് അവസരങ്ങൾ ഇല്ലാതാക്കി പുറന്തള്ളുന്ന പ്രവണത കൂടിയാണ് പിന്നീട് കണ്ടത്. ഇത് പൃഥ്വിരാജ് എന്ന പ്രമുഖ നടനും കുഞ്ചാക്കോ ബോബൻ എന്ന പ്രമുഖ നടനും നായിക നടിയായിരുന്ന ഭാവനയും പാർവതി തിരുവോത്തുമെല്ലാം രേഖപ്പെടുത്തുമ്പോൾ എന്തായിരുന്നു ദിലീപിന്റെ സ്വാധീനം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പവർ ഗ്രൂപ്പിന്റെ തലപ്പത്ത് കെ.ബി. ഗണേഷ് കുമാർ, മുകേഷ്, മേനക സുരേഷ്, ഇതുപോലെ ബി ഉണ്ണികൃഷ്ണൻ, നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും തന്നെ മിക്കവാറും ദിലീപ് ജയിലിലായിരുന്ന അവസരത്തിൽ ദിലീപിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജയിലിൽ ദിലീപിനെ സന്ദർശിച്ച വിവരങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. മലയാള സിനിമയിൽ സമസ്ത മേഖലയിലെയും തൻ്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഈ പവർ ഗ്രൂപ്പ് മുന്നേറിയപ്പോൾ പവർ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്ക് വശംവദരാകാത്ത നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം മലയാള സിനിമയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് മലയാളി കണ്ടത്. എന്തായാലും അതിനെല്ലാം ഇപ്പോൾ ഒരു മാറ്റം വരും. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇക്കാര്യത്തിലെല്ലാം സമഗ്രമായ ഒരു ഉടച്ചുവാർക്കൽ ഉണ്ടാകും എന്ന നിലയിൽ തന്നെയാണ് അവസരം നിഷേധിക്കപ്പെട്ട നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം. എന്തായിരിക്കും ഇനി മലയാള സിനിമയിൽ നടക്കാൻ പോകുന്നത്? പവർ ഗ്രൂപ്പിനെ പിണ്ടം വെച്ച് പടിയിറക്കുമോ? ഇനി മലയാള സിനിമയിൽ നല്ല കാലം വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.